ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാസ്മിഡാണ്. പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ സ്മോൾ സർക്കുലർ ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അതിന് ഇൻഡിപെൻഡൻ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതൊരു ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ആ ബാക്ടീരിയൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഒരു ഔട്ടർ മോസ്റ്റ് കവറിങ് ഒന്നുമില്ലാതെ കൂടി കിടക്കുന്ന, അതായത് ആ ഒരു പോർഷനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. അതായത് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ക്രോമസോം കൂടാതെ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ബാക്ടീരിയയുടെ ക്രോമസോം കൂടാതെ കാണുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലർ ക്രോമസോമിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഈ ക്രോമസോമിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാം. അതിന് സ്വയമേ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ആദ്യമായിട്ട് ഈ പ്ലാസ്മിഡിനെ കണ്ടുപിടിച്ചത് ലെഡർബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇൻ 1952. ഇത് മെയിനായിട്ടും ബാക്ടീരിയയിലൊക്കെ നാച്ചുറലി ഒക്കറിങ് ആണ്. അതായത് സാധാരണ നോർമലി നാച്ചുറലി ഒക്കറിങ് ആണ് ബാക്ടീരിയയിൽ. അതുപോലെ തന്നെ ആർക്കിയയിലും യൂക്കാരിയോട്സിലും ഒക്കെ ചില സമയത്ത് പ്രസൻ്റ് ആയിരിക്കും. ഇനി ഈ പ്ലാസ്മിഡിനകത്ത് ഉള്ള ജീൻസ് എന്ന് പറയുന്നത് ശരിക്കും ആ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അത് ഒന്നും ചെയ്യുന്നില്ല. അതായത് ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. പകരം ഈ പ്ലാസ്മിഡിലുള്ള ജീൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ലൈക്ക് ടെമ്പറേച്ചേഴ്സ്, pH, സലൈനിറ്റി, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്ടീരിയനെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ജീൻസാണ് ഈ പ്ലാസ്മിഡിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടും ഈ ഓർഗാനിസത്തിൻ്റെ സർവൈവലിനെ ഈ പ്ലാസ്മിഡ് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ടും ഒരു എക്സാമ്പിൾ പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആണ്. കാരണം പല ആൻറ്റിബയോട്ടിക്കിനോടും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻസ് ഈ പ്ലാസ്മിഡിൽ പ്രസൻ്റ് ആയിരിക്കും. ദെൻ ആ ബാക്ടീരിയയിൽ ആ പ്ലാസ്മിഡ് ഉള്ളപ്പോൾ നമ്മൾ ആ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിനെതിരെയായിട്ടുള്ള എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്ത് ബാക്ടീരിയനെ ആൻറ്റിബയോട്ടിക്കിനെ കില്ല് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ പ്ലാസ്മിഡാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ, ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് അതിൻ്റെ ക്യാരക്ടറിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ പ്ലാസ്മിഡും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒരു ബാക്ടീരിയയിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു ബാക്ടീരിയയിൽ അതായത് അതിൻ്റെ ക്രോമസോം ഉണ്ട്. അത് കൂടാതെ തന്നെ എക്സ്ട്രാ ക്രോമസോമലായിട്ടുള്ളൊരു പ്ലാസ്മിഡ് ഉണ്ട്. ഈ പ്ലാസ്മിഡിന് ആംബിസിലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് കാണിക്കാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ദെൻ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒരു പുതിയൊരു ബാക്ടീരിയ, ആ ബാക്ടീരിയയിലേക്ക് കോൺജുഗേഷൻ വഴി ഈ പ്ലാസ്മിഡിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഓക്കെ, ഈ പ്ലാസ്മിഡിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. അങ്ങനെ ഇവിടെയും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പ്ലാസ്മിഡ് ഫോം ചെയ്യും. അപ്പം ഇതിനുകൊണ്ട് ഇതിൻ്റെതായ ഒരു ക്രോമസോം. അപ്പോൾ പുതിയൊരു ബാക്ടീരിയയിലേക്ക് ഈ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഈ ബാക്ടീരിയയും ഈ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് കാണിക്കും. അങ്ങനെ ഈ പ്ലാസ്മിഡ്സ് ആ ഒരു റെസിസ്റ്റൻസ് കാണിക്കുക, അതായത് അതിൻ്റെ ആ ഒരു ക്യാരക്ടർ മറ്റൊരെണ്ണത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ മെക്കാനിസംസ് ഇത് കാണിക്കും, അതായത് ചില എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോഴത്തേക്കും അതായത് ഓരോ ബാക്ടീരിയയിലും ഓരോ ടൈപ്പ് പ്ലാസ്മിഡ് ആയിരിക്കും കാണപ്പെടുന്നത്. ഇതിന് ഇൻഡിപെൻഡൻ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെതായ ട്രാൻസ്ഫറിങ്, അതായത് ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും. ഇത് സെൽസിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ എന്നാൽ അതെന്താണ്, ഇച്ചിരി ബെനിഫിഷ്യൽ ആണ്. ഇതിനൊരു എക്സ്ട്രാ സെല്ലുലാർ ഫോംസ് ഒന്നുമില്ല. ഇത് ആ സെല്ലിനകത്ത് ജസ്റ്റ് ഫ്രീ ആയിട്ടൊരു സർക്കുലർ DNA ആയിട്ട് അവിടെ കാണത്തേ ഉള്ളൂ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 കിലോ ബേസ് പെയർ ടു സെവറൽ മില്യൺ ബേസ് പെയർ വരെ സൈസ് ഉണ്ടാവും. ഈ നമ്പർ ഓഫ് പ്ലാസ്മിഡ്, അതായത് ഒരു സെല്ലിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്ലാസ്മിഡ്സ് കാണാം. ഒരു ബാക്ടീരിയൽ സെല്ലിൽ 1 50 ബാക്ടീരിയൽ സെല്ലിനകത്ത് 50 പ്ലാസ്മിഡ്സ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്ലാസ്മിഡ്സ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് കോപ്പി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറലി
പ്ലാസ്മിഡ്സ് ഫോം ചെയ്യും. ഇനി ബാക്ടീരിയയ്ക്കകത്ത് പ്ലാസ്മിഡിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ, പ്ലാസ്മിഡിൻ്റെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൾച്ചർ മീഡിയയ്ക്കകത്തേക്ക് ക്ലോറാംഫെനിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ്, ആ ക്ലോറാംഫെനിക്കോൾ ഡ്രഗ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ മീഡിയയ്ക്കകത്ത് ഈ ബാക്ടീരിയനെ ഗ്രോ ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്ലാസ്മിഡിൻ്റെ നമ്പർ കൂടും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോപ്പി നമ്പർ എന്ന് പറയുന്നത്. ഇനി ചില പ്ലാസ്മിഡ്, അതായത് അല്ലെങ്കിൽ ജീനിനകത്തേക്ക്, ബാക്ടീരിയയുടെ ജീനിനകത്ത് അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോമിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത പ്ലാസ്മിഡ്സ് കാണും. അതിനെയാണ് നമ്മൾ എപ്പിസോംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കേസിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഹെവി മെറ്റൽസിനോടൊക്കെ റെസിസ്റ്റൻസ് കാണിക്കാൻ പറ്റുന്ന ടൈപ്സ് ജീൻസ് ആണ് ഈ പ്ലാസ്മിഡിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാക്ടീരിയയ്ക്ക് ഒരു വിർലുവൻസ് ഫാക്ടർ കൊടുക്കുന്നത്, വിർലുവൻസ് കപ്പാസിറ്റി കൊടുക്കാനായിട്ടും ഈ പ്ലാസ്മിഡ് അതിനെ ഹെൽപ്പ് ചെയ്യും. നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സൾഫർ യൂട്ടിലൈസേഷൻ, ഹൈഡ്രോകാർബൺ ഡീഗ്രഡേഷൻ, ഡ്രഗ് റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ആ ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നത് ഈ പ്ലാസ്മിഡാണ്. ഇനി മെയിനായിട്ടും പ്ലാസ്മിഡിനകത്ത് കുറച്ച് പാർട്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. ഇതൊരു പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കാം. പ്ലാസ്മിഡിനകത്ത് ഈ കാണുന്നതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ടാണ് ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പ്ലാസ്മിഡ് ഇവിടെ വെച്ചിട്ടാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെക്കൊണ്ടാണ് ഇതിനെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാസ്മിഡിൽ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻ പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെലക്റ്റബിൾ മാർക്കർ. അപ്പം ഓരോ പ്ലാസ്മിഡിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെലക്റ്റബിൾ ആയിട്ടുള്ളൊരു മാർക്കർ ഉണ്ടാവും, അത് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ പ്രൊമോട്ടർ, പിന്നെ ഇൻസേർട്ട് സൈറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ പ്ലാസ്മിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്യാരക്ടറിന് ഇനിയിപ്പം അതിന് നാച്ചുറലി ട്രാൻസ്ഫർ ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് ഈ പ്ലാസ്മിഡിനെ ഒരു വെക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ പ്ലാസ്മിഡിനെ എടുത്ത് ആ പ്ലാസ്മിഡിനകത്ത് ഈ ഇൻസേർട്ടഡ് ജീൻ എന്ന് പറയുന്നൊരു പോർഷനുണ്ട്, ആ പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട ഏത് ക്യാരക്ടറാണോ ആ ഒരു ജീനിനെ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കും. അതായത് ആ റെസ്ട്രിക്ഷൻ സൈറ്റിൽ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്ത് ആ ഇൻസേർട്ടഡ് ജീനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ജീനെ നമുക്കവിടെ പ്ലേസ് ചെയ്യാം. അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അത് നമ്മൾ സീൽ ചെയ്ത് ഒരു വെക്ടറായിട്ട് യൂസ് ചെയ്ത് പുതിയൊരു ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ജീനിൻ്റെ ക്യാരക്ടർ ആ ബാക്ടീരിയയിൽ കാണിക്കും. ദെൻ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രൊമോട്ടർ എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് ഉള്ളത്. ഇതാണ് മെയിനായിട്ടും പ്ലാസ്മിഡ് നോക്കുക. അപ്പം ഇതിനകത്ത് എന്തുണ്ട്, ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻസ് പ്രസൻ്റ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലോണിങ് സൈറ്റ്സ് ഉണ്ടാവും. ഇൻസേർട്ടിന് ഒരു ഫോറിൻ DNA ക്ലോൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും. സെലക്റ്റബിൾ ആയിട്ടുള്ള മാർക്കർ ഉണ്ടാവും, നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സെലക്റ്റബിൾ മാർക്കർ ഉണ്ടാവും. പിന്നെ പ്രൈമർ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും. ഇനി പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും DNA മോളിക്യൂൾസ്, അതായത് സ്വയമേ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന DNA മോളിക്യൂൾസിന് പറയുന്ന പേരാണ് റെപ്ലിക്കോൺസ് എന്ന് പറയുന്നത്. ആ റെപ്ലിക്കോൺസിൽ വരുന്ന എക്സാമ്പിൾസാണ് പ്ലാസ്മിഡ്, ഫേജ് DNA, ക്രോമസോം, അതൊക്കെ. ഈ പ്ലാസ്മിഡിന് ഇൻഡിപെൻഡൻ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു സൈറ്റുണ്ട്. അതുപോലെ തന്നെ ഈ സെൽസിനകത്ത് കുറേ പ്രോട്ടീൻസ് ഉണ്ടാവും. ആ പ്രോട്ടീൻസ് ഇതിൻ്റെ റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ പ്ലാസ്മിഡ്സിലും കുറച്ച് പ്രോട്ടീൻസ് എൻകോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രോട്ടീൻസ്, അതായത് ഒരു പ്രോട്ടീൻസൊക്കെയാണ് ഈ ORI സൈറ്റിൽ വെച്ചിട്ട്, അതായത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആ ഒരു സൈറ്റിൽ ഇതിൻ്റെ ആ ഒരു റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസാണ് DNA പോളിമറൈസ്, ലിഗേസ്, പ്രൈമേസ്, ഹെലിക്കേസ് എന്നൊക്കെ പറയുന്നത്. ഇനി പ്ലാസ്മിഡിൻ്റെ കേസിൽ ORI-V എന്നാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആ ഒരു സൈറ്റിനെ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ORI വെജിറ്റേറ്റീവ്, അങ്ങനെ. ദെൻ ORI-T എന്ന് പറയുന്നൊരു സൈറ്റുണ്ട്, അത് DNA ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്ലാസ്മിഡിനെയാണ് ORI-T എന്ന് പറയുന്നത്. അപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ അതുകൊണ്ട് തന്നെ ORI-V എന്നാണ് പറയുന്നത്. ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേഷൻ്റെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ 2 ടൈപ്സ് ഓഫ് മെക്കാനിസം ഉണ്ട്. തീറ്റ മോഡ്,
അതുപോലെ തന്നെ റോളിംഗ് സർക്കിൾ മോഡൽ. ഈ തീറ്റ മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബോത്ത് ഡയറക്ഷൻ നടക്കും. അതായത് യൂണി ഡയറക്ഷനിലും ഉണ്ട്, ബൈ ഡയറക്ഷനിലും ഉണ്ട്. രണ്ടും ബോത്തും യൂണിയും ഒറ്റ ഇതിൽ തന്നെയും നടക്കും. അല്ലാതെ റോളിംഗ് സർക്കിൾ മോഡും ഉണ്ട്. ഇനി ഫസ്റ്റ് വൺ തീറ്റ പ്ലാസ്മിഡ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ തീറ്റ മോഡ് റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഒരു പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കാം. ആ പ്ലാസ്മിഡിൽ ഇവിടെയാണ് ഇതിൻ്റെ ORIV എന്ന് പറയുന്ന സൈറ്റ്. ഓക്കെ, ആ സൈറ്റിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പുതിയ DNA ഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുതിയ പ്ലാസ്മിഡ് അല്ലെങ്കിൽ അതിൻ്റെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പോൾ ഒരു DNA ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഇതിൻ്റെ ഇതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ റെപ്ലിക്കേഷൻ നടക്കുവാണ്. ആ ഒരു ടൈമിൽ തീറ്റ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കേസിൽ ഇവിടെ ഇവിടെ ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യും. ഓക്കെ, ലൂപ്പ് പോലെ ഫോം ചെയ്യും. ഈ രണ്ട് DNA അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ, ഒരു DNA അകത്തോട്ടും ഒരു DNA പുറത്തോട്ടും, ഇങ്ങനെ ഒരു ഇത് വരും, ഒരു ബബിൾ ഫോർമേഷൻ നടക്കും. എന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് പുതിയ, അതായത് ഇവിടേക്ക് RNA പോളിമറൈസ് വന്നിട്ട് പുതിയ സീക്വൻസിനെ, ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ വരും. അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈമിൽ ഇങ്ങനെ രണ്ടും ഇങ്ങോട്ടുമായിട്ട് ഗ്രോ ചെയ്ത് രണ്ടും വന്ന് ഈ ഒരു പോയിന്റിൽ വന്ന് മുട്ടുമല്ലോ, അവിടെ വെച്ചിട്ട് ക്ലീവേജ് നടന്ന് അങ്ങനെ സെപ്പറേറ്റ് രണ്ട് പ്ലാസ്മിഡായിട്ട് മാറും. ഓക്കെ, രണ്ട് പ്ലാസ്മിഡായിട്ട് മാറും. ഇതാണ് തീറ്റ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആ തീറ്റ മോഡ് ഓഫ് റെപ്ലിക്കേഷൻസിലൂടെ മനസ്സിലാവും. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു വീഡിയോ നോക്കിയാൽ മതി. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. ആ DNAയുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിലേക്ക്, അതായത് ആ ഒരു സൈറ്റിലേക്ക് അതിന് റെപ്ലിക്കേഷന് സഹായിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇത് രണ്ട് ഡയറക്ഷനിൽ നടക്കുന്നു. കണ്ടോ, ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുക. RNA പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ RNA പ്രൈമർ പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ സിന്തസൈസ് ചെയ്യുന്നു. അങ്ങനെ സിന്തസൈസ് ചെയ്ത് ഇതിങ്ങനെ ക്ലീവ് ചെയ്ത് വരും. ആ ക്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് DNA ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആ ഹെലിക്കേസ് ഇതിനെ ക്ലീവ് ചെയ്ത് കളയും. ക്ലീവ് ചെയ്യുന്നതനുസരിച്ച് പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ RNA പ്രൈമർ ആഡ് ചെയ്യും. അങ്ങനെ ബോത്ത് ഡയറക്ഷനിലേക്ക് ആഡ് ചെയ്യും. ആ ഡയറക്ഷനിലേക്ക് ആഡ് ചെയ്ത് കണ്ടോ, അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇതൊരു പോയിന്റിൽ വന്നിട്ട് കൂട്ടിമുട്ടും. ഇങ്ങനെ ഒരു ഫോർമേഷൻ. അതുകൊണ്ടാണ് ഇതിന് തീറ്റ സ്ട്രക്ചർ വന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ തീറ്റ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും ഒരേ സൈറ്റിൽ വരുമ്പോഴത്തേക്കും അത് അവിടെ വന്ന് പ്രോട്ടീൻ അവിടെ നിന്ന് റിമൂവ് ആവും. അങ്ങനെ ആ ഒരു രണ്ട് പ്ലാസ്മിഡായിട്ട് മാറും. ഓക്കെ, ഇതാണ് തീറ്റ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഇതിൻ്റെ ഒറിജിൻ ഓഫ് സൈറ്റിൽ വെച്ചിട്ടാണ് DNA അൺവൈൻഡ് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിനെ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ, അത് അൺവൈൻഡ് ചെയ്യുമ്പോഴത്തേക്കുമാണ് തീറ്റ മോഡൽ ലൈക്ക്, അതായത് ഒരു ഗ്രീക്ക് ലെറ്ററാണ് തീറ്റ എന്ന് പറയുന്നത്, ആ ഒരു സ്ട്രക്ചറിൽ വരുന്നു. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ആ ഒരു പ്രോസസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു കഴിയുമ്പോഴത്തേക്കും RNA പ്രൈമർ അവിടെ അറ്റാച്ച് ചെയ്ത് ദെൻ ആ പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് അവിടെ ആഡ് ചെയ്യുന്നു. ആ പ്രോസസ്സ് നടക്കുന്നു. യൂണി ഡയറക്ഷനിൽ നടക്കും, ബോത്ത് ഡയറക്ഷനിൽ നടക്കും. യൂണി ഡയറക്ഷനിലാണെങ്കിൽ ഇതിപ്പം യൂണി ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതിങ്ങനെ വന്ന് ഇവിടെ വരുമ്പം സ്റ്റോപ്പ് ചെയ്യും. ഇത് യൂണി ഡയറക്ഷണൽ. ബൈ ഡയറക്ഷൻ എന്ന് പറയുമ്പം ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇങ്ങോട്ടും വരും, രണ്ടും കൂടെ ഇവിടെ വന്ന് കൂട്ടിമുട്ടുമ്പം അത് ബൈ ഡയറക്ഷണൽ. ദെൻ ഇതാണ്. അപ്പോൾ DNA സ്റ്റാൻഡ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA സ്റ്റാൻഡ്, ഇതിൻ്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അവിടെ വെച്ച് അൺവൈൻഡിങ് നടക്കുന്നു. DNA ഹെലിക്കേസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ ഒരു ബബിൾ ഫോർമേഷൻ, DNA ബബിൾ ഫോം ചെയ്യുന്നു, റെപ്ലിക്കേഷൻ ബബിൾ ഫോം ചെയ്യുന്നു. അവിടെ RNA പ്രൈമർ വന്ന് പുതിയ DNAനെ സിന്തസൈസ് ചെയ്യുന്നു. ദെൻ ഈ ഒരു സ്ട്രക്ചറിനെയാണ് തീറ്റ മോഡ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടും ഒരു സൈഡിൽ വരുമ്പോൾ രണ്ടായിട്ട് മാറി അങ്ങനെ രണ്ട് പ്ലാസ്മിഡായിട്ട് മാറുന്നു. അടുത്ത റോളിംഗ് സർക്കിൾ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്ലാസ്മിഡാണ്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലാസ്മിഡിൽ അതിൻ്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന സൈറ്റിലേക്ക് REP-A എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുണ്ട്. ആ REP-A എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇതിനെ ക്ലീവ് ചെയ്യും. ഒരു നിക്ക് ഫോം ചെയ്യും. ഇവിടെ ഒരു നിക്ക് ഫോം ചെയ്യും. ഇത് നിക്ക് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എൻഡെന്ന് പറയുന്നത്
3' എൻഡും ഒരു എൻഡ് എന്ന് പറയുന്നത് 5' എൻഡുമാണ്. അതിനകത്തെ 3' എൻഡും ഉണ്ട്, 5' എൻഡും ഉണ്ട്. ആ 3' എൻഡിലേക്ക് വന്നിട്ടാണ് റെപ്പ് എ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇത് ക്ലീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്ലാസ്മിഡിൽ നിക്ക് ഫോം ചെയ്തു. അപ്പോൾ രണ്ട് ഭാഗം നിക്ക് ഫോം ചെയ്തു. അപ്പോൾ രണ്ട് ഇതായി, ഒരു 5' എൻഡുമായി, ഒരു 3' എൻഡുമായി. 3' എൻഡ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പാണ്, 3' OHും 5' എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ്. ആ 3' OHൽ വന്നിട്ട് അപ്പം ഈ റെപ്പ് എ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ 5' എൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ദെൻ 3' OH ഗ്രൂപ്പ് 3' എൻഡിലേക്ക് DNA പോളിമറൈസ് വരും. DNA പോളിമറൈസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. DNA പോളിമറൈസ് വരും. DNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്ത് അങ്ങനെ അതിൻ്റെ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്ത് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് ചെയ്ത് അത് കറങ്ങി വരുന്ന ആ ഒരു ടൈമിലാകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് ഈ ഒരു സ്ട്രാൻഡ് പുറത്തേക്ക് വരും. ആ 5' എൻഡിലെ സ്ട്രാൻഡ് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. DNA പോളിമറൈസ് ഇവിടെ സിന്തസൈസ് ചെയ്യും. ലാസ്റ്റ് ഇതിൻ്റെ ഈ തീർന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് ഇത് രണ്ടുകൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ റെപ്പ് എ പ്രോട്ടീന് 3' എൻഡിൽ നിന്ന് റിമൂവ് ആയി പോയിട്ട് ദെൻ ഒരു DNA ആകും. അതുപോലെ തന്നെ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് പ്ലാസ്മിഡായിട്ട് തന്നെ നിൽക്കും. പുതുതായിട്ടുണ്ടാകുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡായിട്ടാണ് കാണുന്നത്. ആ സിംഗിൾ സ്റ്റാൻഡിലേക്ക് RNA പ്രൈമർ വരും. RNA പ്രൈമർ വന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുത്ത് അതും ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. അതാണ് റോളിംഗ് സർക്കിൾ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ബാക്ടീരിയയുടെ ക്രോമസോം. നമ്മൾ പറഞ്ഞ് കാണുന്നതാണ് ബാക്ടീരിയയുടെ ക്രോമസോം. അത് ഫുള്ള് ഇതായിട്ട് കിടക്കുകയാണ്. അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് കാണപ്പെടുന്ന സർക്കുലർ ക്രോമസോമിനെയാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ നോക്കുമ്പോഴത്തേക്കും റോളിംഗ് സർക്കിൾ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡാണ്. ആ പ്ലാസ്മിഡിലേക്ക് റെപ്പ് എ പ്രോട്ടീൻ എന്ന് വരുന്നു. റെപ്പ് എ പ്രോട്ടീൻ വന്നിട്ട് അതിൻ്റെ ആ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ദെൻ അവിടെ ഒരു നിക്ക് ഫോം ചെയ്യുന്നു. നിക്ക് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് നിക്ക് ഫോം ചെയ്തു. അതിൻ്റെ 5' എൻഡിലാണ് ഈ റെപ്പ് എ പ്രോട്ടീൻ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആ 5' എൻഡ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ഫ്രീ ആയിട്ടുള്ള 3' എൻഡ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ആ OH ഗ്രൂപ്പുള്ള 3' എൻഡിലേക്ക് DNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം വന്ന് ഇതിനെ അൺവൈൻഡ് ചെയ്യിക്കുമ്പോഴത്തേക്കും സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആ സിംഗിൾ സ്ട്രാൻഡ് അവിടെ നിന്ന് റിലീസ് ചെയ്ത് പുറത്തേക്ക് വരുവാണ്. ദെൻ പുതിയ സ്ട്രാൻഡ് ആ വയലറ്റ് കളറിൽ കാണുന്നത് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നതാണ്. അങ്ങനെ പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്ത് കറക്റ്റ് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ ആ ഒരു പോർഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ റെപ്പ് എ പ്രോട്ടീൻ അവിടെ നിന്ന് റിമൂവ് ആയി പോകും. ദെൻ ആ രണ്ട് ജോയിൻറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടും, സീൽ ചെയ്യും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് DNA ലൈഗേസ് വന്നിട്ട് അവിടെ ഫില്ല് ചെയ്ത് വയ്ക്കും. ദെൻ ഇതിപ്പം സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് പുതുതായിട്ട് ഫോം ചെയ്തേക്കുന്നത്. അവിടേക്ക് RNA പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നു. പുതിയ സ്റ്റാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നു. അങ്ങനെ സിന്തസൈസ് ചെയ്യാതെ അതും അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കുന്നു. ദെൻ ഗ്യാപ്പ് ഫോം ചെയ്യുന്ന DNA ലൈഗേസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. അങ്ങനെ പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഇതാണ് റോളിംഗ് സർക്കിൾ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് റോളിംഗ് സർക്കിൾ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പ്ലാസ്മിഡ്സിൽ ജീൻ ട്രാൻസ്ഫർ നടക്കും. ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ ആ ഒരു പ്രോസസ്സ് വഴിയാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്ത് കിടക്കുന്ന, അതായത് സറൗണ്ടിങ്സിൽ കിടക്കുന്ന DNA സെൽസിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിനൊരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സെൽ വരുമ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയോഫേജിൻ്റെ ഹെൽപ്പോടുകൂടി ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത്. കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെൽസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്കും
പൈലെ എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ വഴി അതിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിൽ നമ്മൾ പ്ലാസ്മിഡിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിൽ പ്ലാസ്മിഡ്സിനെ തിരിച്ചിട്ടുണ്ട്. എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ്, അതായത് കോൺജുഗേഷൻ വഴി, അതായത് കോൺജുഗേഷൻ്റെ ബേസിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കോൺജുഗേറ്റീവ് പ്ലാസ്മിഡും നോൺ കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്സും. ഈ എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് കോൺജുഗേറ്റീവ് പ്ലാസ്മിഡാണ്. അതായത് അതിൻ്റെ ഒരു ഫെർട്ടിലിറ്റി ജീൻ എന്ന് പറയുന്നൊരു സ്പെസിഫിക് ജീനുണ്ട്. ആ ജീനാണ് അതിന് ആ ഫെർട്ടിലിറ്റി കൊടുക്കുന്നത്. ദെൻ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ആർ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻറ്റ് പ്ലാസ്മിഡ്, അതായത് ഒരു ഡ്രഗ് റെസിസ്റ്റൻസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്നത് ഈ ആർ പ്ലാസ്മിഡാണ്. കോൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് അതായത് കൊളിസ്റ്റീൻ എന്ന് പറയുന്ന ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ആ മറ്റ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അതുതന്നെയാണ് കോൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഡീഗ്രഡേറ്റീവ് പ്ലാസ്മിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടൊളീന്, സാലിസിലിക് ആസിഡ് പോലെയുള്ള സബ്സ്റ്റൻസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് എബിലിറ്റിയുള്ള പ്ലാസ്മിഡിനെയാണ് ഡീഗ്രഡേറ്റീവ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. വിർലുവൻസ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്ടീരിയയ്ക്ക് വിർലുവൻസ് ആക്ടിവിറ്റി, അതായത് ഒരു പതോജനിക് ആക്ടിവിറ്റി, വിർലുവൻസ് കാണിക്കുന്നത് ഈ പ്ലാസ്മിഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. സൂയിസൈഡ് പ്ലാസ്മിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ അത് റെപ്ലിക്കേറ്റ് ചെയ്യത്തില്ല. ഈ പ്ലാസ്മിഡിൻ്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോണിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ, ജീൻ തെറാപ്പി, ജനറ്റിക് ഡിസീസ് മോഡൽസ്, പ്ലാസ്മിഡ് DNA വാക്സിന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ പറഞ്ഞത് ഒരു വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വെക്ടറായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സൈസാണ്. കാരണം ഇതിൻ്റെ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു ബാക്ടീരിയയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ നമുക്ക് കോപ്പി നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്മിഡ്, അതായത് ക്ലോറാംഫെനിക്കോൾ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കിതിൻ്റെ നമ്പർ കൂട്ടാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ 10 കിലോ ബേസ് പെയറിൽ കൂടുതലായിട്ടുള്ള വലുപ്പമുള്ള DNA സെഗ്മെൻറ്റ്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോർമലായിട്ടുള്ള പ്ലാസ്മിഡ് വെക്ടേഴ്സ്, അതായത് കുറച്ച് വെക്ടറിൻ്റെ, അതായത് പ്ലാസ്മിഡ് വെക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ് PBr322, PBr327, PUC8, PUC9 എന്നൊക്കെ പറയുന്നത്. ഇതാണ് പ്ലാസ്മിഡ് എന്താണെന്നും പ്ലാസ്മിഡിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ റെപ്ലിക്കേഷൻ